സുഹൃത്തുക്കളെ, നമ്മിൽ പല ആളുകളും കളിക്കാൻ ഇറങ്ങുമ്പോഴേക്ക് ടയർഡാവും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഒരു രണ്ട് റൗണ്ട് ഓടുമ്പോഴേക്ക് ടയർഡാവും. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അതാണ് VO2 max എന്ന് പറയുന്നത്. നമ്മൾ ടയർഡാവാൻ പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ മസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, നമ്മുടെ ടെക്നിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. അതേപോലെ തന്നെയാണ് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ്, അല്ലേ, നമ്മുടെ ലങ്സ്, ഹാർട്ട്, ഇതിൻ്റെയൊക്കെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് VO2 max എന്ന് പറയുന്നത്. VO2 max എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ഓക്സിജൻ എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് നോക്കുന്നത്, അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഓക്സിജൻ എടുത്തിട്ട് പിന്നെ ലങ്സ് ആ ഓക്സിജൻ നമ്മുടെ ഹാർട്ടിൽ നിന്നും വരുന്ന ബ്ലഡിലേക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വീണ്ടും നമ്മുടെ മസിലുകളിലേക്ക് പോകും. അവിടെ ATP, അവിടെ എനർജി റിലീസാവും. അങ്ങനെ നമുക്ക് ഊർജം കിട്ടും കളിക്കാനും പിന്നെ പ്രവർത്തിക്കാനൊക്കെ ഉള്ള. അപ്പോൾ അതിൽ കുറവ് വന്നെന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നമ്മുടെ കാലുകളും കൈയൊക്കെ കുഴയും, നമുക്ക് കളിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക്. അത് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. രണ്ട് രീതിയിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുക. ഒന്ന്, നമുക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള കോച്ചസിൻ്റെ അടുത്ത് പോവാം, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പോർട്സ് സയൻറ്റിസ്റ്റിൻ്റെ കീഴിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കാണും. അതിനുശേഷം നമ്മുടെ ലെവലിലെ ആളുകൾക്ക് എങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക, അതിനുശേഷം നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറയുന്നതാണ്. اول مشکیه رو میگیرم تون بزنم بعد come here drink water and then come. സോ എനിക്ക് VO2 max കിട്ടിയിട്ടുള്ളത് 47.9 ആണ് സ്കോറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ ഇതിന് ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ പല ചാർട്ടുകളുണ്ട്, അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ പല ചാർട്ടുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന ചാർട്ട് Garmin.com ആണ്. അവർ അറിയാലോ, ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നല്ല പേരുള്ള ഒരു ബ്രാൻഡാണ്. സോ അവരുടെ ചാർട്ട് ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ചാർട്ടിൽ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കാറ്റഗറീസ് ഉണ്ട്: പുവർ, ഫെയർ, ഗുഡ്, എക്സലൻറ്റ് ആൻഡ് സുപ്പീരിയർ കാറ്റഗറീസാണ്. അപ്പോൾ എൻ്റെ ഏജ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഏജ് 30 to 39 കാറ്റഗറിയിലാണ് വരുന്നത്. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് 36 കഴിഞ്ഞു. സോ 30 to 39 കാറ്റഗറിയിൽ വരുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 48 ആണ് കിട്ടിയുള്ളത്. എക്സലൻറ്റ് കാറ്റഗറിയിൽ വന്നിട്ടില്ല, അതിൻ്റെ കുറച്ച് താഴെയുള്ളത്. ഗുഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എബോ 44 ഗുഡാണ്, കുറച്ചൊക്കെ ബെറ്ററാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് പന്തളിക്കാൻ പോകുന്നുണ്ട്, വേറൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാനിപ്പോൾ 4 ദിവസം പന്ത് കളിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സറിഞ്ഞ് കളിക്കുമ്പോൾ ഒക്കെ അത് കൂടാം. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, നമ്മൾ അവിടെ പോയി ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ബോൾ കിട്ടിയിട്ടില്ലെങ്കിലും ഗ്രൗണ്ടിൽ വന്ന് പരക്കം പായൊക്കെ ചെയ്യാം, വെറുതെ ബോളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, പുഷ് ചെയ്യുക മാക്സിമം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഇതിൽ എൻ്റെ VO2 max നിങ്ങൾ കണ്ടു. ഇത് ഒരു ഓൺലൈൻ ടൂൾ വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് അസസ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ട്രൈബലോക്കസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് VO2 max കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഒരു മൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1609 മീറ്ററോ ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഒരു 10 മിനിറ്റ് വാമപ്പ് ചെയ്യണം. അതിനുശേഷമാണ് നടത്തം തുടങ്ങേണ്ടത്. ഏറ്റവും സ്പീഡിൽ നടക്കുക, ഏറ്റവും നമുക്ക് കഴിയുന്നത്ര സ്പീഡിൽ നടന്നതിന് ശേഷം എത്ര മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മൈൽ നടന്നത് എന്ന് നമ്മൾ കണക്കാക്കുക. അത് നോക്കുക, വാച്ചിൽ നോക്കിയിട്ട്, വാച്ചോ മൊബൈൽ ഫോണോ എന്തൊന്ന് ഉപയോഗിച്ചിട്ട് അത് നോക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സും കണക്കാക്കുക. ഹാർട്ട് ബീറ്റ്സ് നിങ്ങൾക്ക് കൈകൊണ്ടൊക്കെ നോക്കാൻ കഴിയുന്ന ആളുകൾക്ക് കൈകൊണ്ട് നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് ട്രാക്കറൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കുക. ഓക്കെ, ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ താഴെ ഇവരുടെ കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ പോവുക. അപ്പം എൻ്റേതാണെങ്കിൽ മെയിൽ, ഏജ് ഒരു 36 കൊടുത്തു. അതിനുശേഷം വെയിറ്റ് കൊടുക്കുന്നു, ഒരു 69-70 ആ റേഞ്ചിലാണ് എൻ്റെ വെയിറ്റ്.
ഹാർട്ട് ബീറ്റ് കൊടുക്കാം. ഹാർട്ട് റേറ്റ് നമ്മുടെ എനിക്ക് അറിയില്ല, ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 120 ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ഒരു 15 മിനിറ്റ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 45.76 ആണ് എൻ്റെ VO2 max. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ടാബിളിൽ പോയിട്ട് നമ്മൾ നോക്കുന്നു അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. അത് പുവർ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട കാറ്റഗറിയിൽ, അല്ലെങ്കിൽ പിന്നെ അത് നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ VO2 max ചെക്ക് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് അവൈലബിൾ ആണ്. ആ ഡിവൈസസ് ഒന്ന് നോക്കിയാൽ മതി, അതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഡിവൈസിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഡിവൈസൊക്കെ ഉണ്ട്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ആ വിഷയം കൂടി താഴെ കമൻ്റാക്കിയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.